അപ്പോൾ നമുക്ക് ഇനി അടുത്ത് കാണേണ്ടത് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇനി നമുക്ക് അടുത്ത് കാണേണ്ട സബ് റൂട്ടീൻ എന്നുള്ളൊരു ഐഡിയ ആണ്. എന്താണ് സബ് റൂട്ടീൻ എന്ന് വെച്ചാൽ, while writing a program, a set of instructions for performing certain operations may occur several times. അല്ലേ, നമ്മൾ സാധാരണ പൈത്തൺ പ്രോഗ്രാം എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് പല തവണ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. So the instructions for such operations are repeated again and again in a main program. A simple example for such an operation is multiplication. Multiplication എന്താ നമ്മൾ പറഞ്ഞിട്ടില്ല, മൾട്ടിപ്ലിക്കേഷൻ ഇസ് നത്തിങ് ബട്ട് റിപ്പീറ്റഡ് അഡീഷൻ അല്ലേ. അപ്പോൾ എനിക്ക് രണ്ട് നമ്പേഴ്സിന് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഈ അഡീഷൻ പല തവണ നടത്തിയാലേ പറ്റുള്ളൂ. അപ്പോൾ ആഡ് എന്നുള്ള അല്ലെങ്കിൽ ആഡ് ബി എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു അഡീഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒരുപാട് തവണ നടത്തേണ്ടി വരും. Okay, so that is being repeated again and again. So the Intel 8085 does not have any instructions for multiplication and hence a program is written to perform multiplication. അപ്പോൾ നമ്മൾ ഈ അഡീഷൻ ഒരുപാട് തവണ നടത്തി മൾട്ടിപ്ലൈ ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ എഴുതിയെടുത്തു എന്നിരിക്കട്ടെ. ഇതേപോലെ തന്നെ സൈൻ ആയാലും കൊസൈൻ ആയാലും ഇതൊന്നും ഈ വക ഫങ്ഷൻസ് കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻ ഒന്നും 8085 ഇല്ല. നമ്മളത് പ്രോഗ്രാമിൻ്റെ എഴുതിയെടുക്കേണ്ടി വരും. ഓക്കെ, so the concept of subroutines is used to avoid the repetition of smaller programs. നമ്മൾ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വീണ്ടും 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 എഴുതാതിരിക്കാൻ വേണ്ട ഒരു ഉപാധിയാണ് നമ്മൾ സബ്റൂട്ടീൻസ് എന്ന് പറയുന്നത്. എന്താ സബ്റൂട്ടീൻ എന്ന് വെച്ചാൽ എന്താ? സബ്റൂട്ടീൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് written separately from the main program to perform a function that occurs repeatedly in different locations of the program. നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് പല തവണ ആവർത്തിക്കപ്പെടുകയും അത് നമ്മൾ ഒരുപാട് തവണ എഴുതാതിരിക്കുകയും ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് നമ്മുടെ സബ്റൂട്ടീൻ എന്ന് വെച്ചാൽ. സബ്റൂട്ടീൻസ് ആർ റിട്ടൺ സെപ്പറേറ്റ്ലി ആൻഡ് സ്റ്റോർഡ് ഇൻ മെമ്മറി. ഓക്കെ, they are called at various points of the main program by call instruction where they are required. The last instruction of the subroutine is RET, return. ഇത് വേറൊന്നുമല്ല, നമ്മൾ പൈത്തൺ പ്രോഗ്രാമിൽ ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ, അത് തന്നെയാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫങ്ഷൻസ് പഠിച്ചപ്പോൾ എന്താ പഠിച്ചത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഫാക്ടോറിയലിൻ്റെ നമുക്കൊരു പ്രോഗ്രാം എഴുതാം. നമ്മൾ ഫാക്ടോറിയൽ പ്രോഗ്രാം എഴുതി. ഓക്കെ, ഈ ഫാക്ടോറിയൽ പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് NPR അല്ലെങ്കിൽ NCR കാണാമെന്നിരിക്കട്ടെ. നമ്മുടെ പെർമുട്ടേഷൻ കോമ്പിനേഷൻ NCRൻ്റെ ഇക്വേഷൻ എന്താ? N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ. അപ്പോൾ അവിടെ ഫാക്ടോറിയൽ 3 തവണ നമുക്ക് കാണണം. അപ്പം 3 തവണ നമ്മൾ പ്രോഗ്രാം പിന്നെയും എഴുതി റിപ്പീറ്റ് ചെയ്ത് സ്ഥലം കളയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന ഒരു ഫംഗ്ഷൻ എഴുതി വെച്ചിട്ട് ആ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യാണ് ചെയ്യുക അല്ലേ. നമ്മൾ പൈത്തണിൽ ചെയ്യുന്ന ഒരു സൂത്രപണിയാണല്ലോ അത് തന്നെയാണ് ഇവിടെ. ഇവിടെ നമ്മൾ പേര് വിളിക്കുന്നത് എന്താണ്? സബ് റൂട്ടീൻ എന്നാണ്, അല്ലാതെ ഫംഗ്ഷൻ എന്നല്ല. ഫംഗ്ഷൻ്റെ കാര്യം ഇത് തന്നെ അല്ലേ. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റിട്ടേൺ സെപ്പറേറ്റ്ലി ഫ്രം ദ മെയിൻ പ്രോഗ്രാം അല്ലേ. നമ്മൾ സാധാരണ മെയിൻ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ DEF എന്നുള്ള പൈത്തണിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് എഴുതിയത്. അതേപോലെ തന്നെയാണ് ഇവിടെ. ഓക്കെ, അത് ഫംഗ്ഷനെ കോൾ ചെയ്യും. നമ്മൾ പൈത്തണിൽ എന്ത് ചെയ്യും? ഫംഗ്ഷൻ്റെ പേര് വെച്ചാണ് കോൾ ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല, CALL എന്നുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് കോൾ ചെയ്യുക. ഇനി ഏറ്റവും അവസാനത്തെ സബ്റൂട്ടീനിലെ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് RET, റിട്ടേൺ. അത് നമുക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഏറ്റവും അവസാനം നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് പറയും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ RET. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സബ്റൂട്ടീനിലേക്ക് ഒരു കോള് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എക്സിക്യൂഷൻ നേരെ സബ്റൂട്ടീനിലേക്ക് പോകും. ഓക്കെ, ഇതിന് ശേഷം എന്താ? ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് എ സബ്റൂട്ടീൻ the main program begins from the instruction immediately following the call instruction. അത് കോൾ നമ്മൾ എന്തോ ഒരു നമ്പർ കൊടുത്തു, കോൾ 2040H എന്നൊരു സാധനം കൊടുത്തു കഴിക്കട്ടെ. ഈ പ്രോഗ്രാം ആ കോൾ എന്നുള്ള ഇൻസ്ട്രക്ഷൻ എത്തി കഴിഞ്ഞാൽ 2040 എന്നുള്ള മെമ്മറി ലൊക്കേഷനിലേക്കാണ് പോവുക. പിന്നെ അത് മുഴുവൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് അവസാനം നമ്മൾ എന്ത് കാണാം? നേരത്തെ കണ്ട പോലെ ഒരു RET എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കാണാം. ഈ RET സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രോഗ്രാമിന് തിരിച്ച് വരണം അല്ലേ, തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് വരണം. എങ്ങോട്ടേക്കാണ് വരിക? ഈ കോൾ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമുള്ള തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് വരിക. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ സബ് റൂട്ടീൻ ദ മെയിൻ പ്രോഗ്രാം ബിഗിൻസ് ഫ്രം ദി ഇൻസ്ട്രക്ഷൻ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ കോൾ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, there may be more than one subroutine in a program. The technique of subroutine says memory locations അല്ലേ. നമുക്ക് ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ഒരു പ്രോഗ്രാമിലുണ്ടാവുക. അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്താ? നമുക്ക് സ്പേസ് സേവ് ചെയ്യാം, മെമ്മറി സേവ് ചെയ്യാം.
സോ അത് തന്നെയാണ് ഇവിടെ നമ്മളുടെ സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ, ഇവിടെ മെമ്മറി ലൊക്കേഷനാണ്. നമ്മൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി അത്ര മെമ്മറി ലൊക്കേഷൻ അങ്ങ് ഉപയോഗിച്ചു പോകും. അതില്ലാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ് റൂട്ടീൻ ഉപയോഗിക്കുന്നു, ഫങ്ഷൻസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ. ഓക്കെ, when a program execution jumps from the main program to subroutine, the content of the program counter is saved in the stack so that the program execution may come back to the main program at the proper point after the completion of the subroutine. ഇത് വേറൊന്നുമല്ല, നമ്മൾ സബ്റൂട്ടീനിലേക്ക് ചാടി കഴിയുമ്പോഴേ പ്രോഗ്രാം കൗണ്ടറിൽ എന്താണോ ഉള്ളത് അത് സ്റ്റാക്കിൽ നമ്മൾ സേവ് ചെയ്യും. പ്രോഗ്രാം കൗണ്ടർ എന്താണ് മറന്നു വരുത്. പ്രോഗ്രാം കൗണ്ടർ സേവ്സ് ദി അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഇപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, അടുത്ത ഏത് ഇൻസ്ട്രക്ഷനാണ് എന്ന് മൈക്രോ പ്രോസസ്സറിന് പറയുന്ന ആളാണ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടറിൽ എന്താ സ്റ്റോർ ചെയ്ത് വെക്കുക, അടുത്ത ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്ന അഡ്രസ്സാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു സബ് റൂട്ടീനിലേക്ക് നമ്മളൊരു കോൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിൽ ഡാറ്റ സ്റ്റാക്കിലേക്ക് സേവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് ഓർക്ക സ്റ്റാക്കിലേക്ക് എങ്ങനെ സേവ് ചെയ്യും, പുഷ് വെച്ച് നമ്മൾ സേവ് ചെയ്യും. അതിന് ശേഷം ഇനി റിട്ടേൺ വന്നു കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക, റിട്ടേൺ വന്നു കഴിയുമ്പോൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് പ്രോഗ്രാം കൗണ്ടറിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ, നമ്മുടെ കോൾ എന്നുള്ള ഇൻസ്ട്രക്ഷൻ തൊട്ടടുത്ത ലൈനിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും. ഇനി ലെറ്റ് us look at the subroutine instructions. രണ്ടെണ്ണമാണ് നമുക്കുള്ളത്. ഒന്ന് കോൾ ഇൻസ്ട്രക്ഷൻ ആണ്, ദാറ്റ് ഈസ് യൂസ് ടു റീഡയറക്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ ടു ദ സബ്റൂട്ടീൻ. സബ്റൂട്ടീൻ തുടങ്ങാനാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, കോൾ ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുക. ഇനി ഈ RET എന്ന് വെച്ചാൽ റിട്ടേൺ ആണ്. ദ RET ഇൻസ്ട്രക്ഷൻ ഇസ് യൂസ് ടു റിട്ടേൺ ദ എക്സിക്യൂഷൻ ടു ദ കോളിംഗ് റുട്ടീൻ. അതായത് നമ്മൾ നമ്മുടെ പൈത്തൻ്റെ ഒരു കോളിംഗ് ഫംഗ്ഷനും കോൾഡ് ഫംഗ്ഷനും വിളിച്ചില്ലേ, ഇതേ കോളിംഗ് ഫംഗ്ഷനെയാണ് ഇവിടെ നമ്മൾ കോളിംഗ് റുട്ടീൻ നമ്മൾ പറഞ്ഞത്. നമ്മുടെ മെയിൻ പ്രോഗ്രാം അതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളൊരു സബ് റൂട്ടീൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ദ കണ്ടന്റ് ഓഫ് ദ പ്രോഗ്രാം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ദ കണ്ടന്റ് ഓഫ് ദ പ്രോഗ്രാം കൗണ്ടർ വിച്ച് ഹാസ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫോളോയിങ് ദ കോൾ ഇൻസ്ട്രക്ഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ സ്റ്റാക്ക് ആൻഡ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ഈസ് ട്രാൻസ്ഫർ ടു ദി സബ് റൂട്ടീൻ അഡ്രസ്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു കോൾ വന്നു കഴിഞ്ഞാൽ കോൾ എന്നുള്ള ഇൻസ്ട്രക്ഷന് ശേഷമുള്ള തൊട്ടടുത്തുള്ള ലൈൻ, തൊട്ടടുത്തുള്ള ഇൻസ്ട്രക്ഷനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാക്കിലേക്ക് സേവ് ചെയ്യും. അതെവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, പ്രോഗ്രാം കൗണ്ടറിലാണ് സേവ് ചെയ്തിട്ടുണ്ടാവുക. പ്രോഗ്രാം കൗണ്ടറിൽ നേരെ സ്റ്റാക്കിലേക്ക് മാറ്റുന്നു. കാരണം എന്തുകൊണ്ടാണ്, ഇത് സബ് റൂട്ടീനിലേക്ക് ചാടിക്കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടറിൽ പിന്നെ അവിടുത്തെ അഡ്രസ്സസ് ആണ് കയറി വരിക. ഓക്കെ, അപ്പോൾ പഴയ എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷനിൽ നിന്ന് എങ്ങോട്ടേക്കാണ് തിരിച്ച് വരേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ സ്റ്റാക്കിലേക്ക് സേവ് ചെയ്ത് വയ്ക്കും. അതിന് ശേഷം എന്ത് ചെയ്യും, നേരെ സബ് റൂട്ടീനിലേക്ക് ചാടും. സബ് റൂട്ടീനിലേക്ക് ചാടുമ്പോൾ പ്രോഗ്രാം കൗണ്ടറിൻ്റെ മാറി, പിന്നെ ആ സബ് റൂട്ടീനിലത്തെ അഡ്രസ്സുകളായിരിക്കും നമ്മളിത് ഉപയോഗിക്കേണ്ടാവുക. ഓക്കെ, ഇനി when the RET instruction is executed at the end of the subroutine, the memory address stored on the stack is retrieved and the sequence of execution is resumed in the മെയിൻ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ RET ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുക ഒരു പോപ്പ് ഓപ്പറേഷനാണ്. സ്റ്റാക്കിൽ നിന്ന് നേരെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിലേക്ക് നമ്മൾ ഈ അഡ്രസ്സ് മാറ്റും. എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താ, റിട്ടേൺ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കാനാണ് ഈ സൂത്രപ്പണി. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സിക്യൂഷൻ എങ്ങോട്ടൊക്കെ തിരിച്ചു വരും, മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരും. ഇനി കോൾ ഇൻസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഓപ്പ് കോഡ് CALL തന്നെയാണ്. ഓപ്പറാൻഡ് 16-ബിറ്റ് മെമ്മറി അഡ്രസ് ആയിരിക്കും. ലെറ്റ് us say 2070H. ഓക്കെ, അങ്ങനെ ഒരു അഡ്രസ്സ് ആയിരിക്കും. ഇനി ഇറ്റ് കോൾ ദ സബ് റൂട്ടീൻ അൺകണ്ടീഷണലി, അതായത് നമുക്ക് കണ്ടീഷൻ ഒന്നും വെക്കാൻ പറ്റില്ല. ഇന്ന കണ്ടീഷൻ ആണെങ്കിൽ മാത്രം കോൾ ചെയ്താൽ പറയാൻ പറ്റില്ല. കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇതൊരു 3-ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. The program sequence is transferred to the memory location specified by the 16-bit address. ഓക്കെ, 16-bit address നമ്മൾ കോളിന് ശേഷം എന്ത് അഡ്രസ്സാണോ കൊടുക്കുന്നത്, പ്രോഗ്രാം ഇതിൻ്റെ എക്സിക്യൂഷൻ നമ്മുടെ ഈ പറഞ്ഞ അഡ്രസ്സിലിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിലേക്ക് കൈമാറും. ഇനി എന്താ, ബിഫോർ ദ ട്രാൻസ്ഫർ ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആഫ്റ്റർ കോൾ ഈസ് പുഷ് ടു സ്റ്റാക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിലുള്ള ഡാറ്റ സ്റ്റാക്കിലേക്ക് മാറ്റും. അതിനുശേഷം എന്ത് ചെയ്യും, സ്റ്റാക്ക് പോയിൻ്റർ ഈസ് ഡിക്രിമെൻറ്റഡ് ബൈ
2. കാരണം എന്തുകൊണ്ടാണ് നമ്മളെടുത്ത ഈ കോൾ എന്നുള്ള ശേഷം വരുന്ന 16 ബിറ്റ് അഡ്രസ്സ് എന്തുണ്ട്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പാർട്ടും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പാർട്ടും ഉണ്ട്. രണ്ടും സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഡാറ്റ ആവശ്യമാണ്. സ്റ്റാക്ക് പോയിൻ്റർ അതുകൊണ്ടാണ് 2 എണ്ണം കുറയ്ക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്താ, ജമ്പ് അൺകണ്ടീഷണലി ടു ദ മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈഡ് ബൈ ദി ഓപ്പറൻറ്റ് ഇത് സെക്കൻഡ് ആൻഡ് തേർഡ് ബൈറ്റ്സ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ. എന്ന് വെച്ചാൽ എന്താ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്ന കോൾ 2070H, ഇതിൽ 20 എന്നുള്ളത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും അതുപോലെ തന്നെ 70 എന്നുള്ളത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പാർട്ട് വരും. അതാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ബൈറ്റിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, നമ്മൾ ഓപ്പ് കോഡ് ലെറ്റസ് ഓപ്പ് കോഡ് 3E എന്നാണെങ്കിൽ 3E 7020 അങ്ങനെയാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ 3E എന്നുള്ളത് ചിലപ്പോൾ ഈ പറഞ്ഞ കോൾ ഇൻസ്ട്രക്ഷനും 70 എന്നുള്ള ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും 20 എന്നുള്ളത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും. നോക്കിയാൽ 3 എണ്ണം നമുക്ക് ഒരു ഉപയോഗം വന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ സ്റ്റാക്ക് പോയിൻ്റർ 2 ആയിട്ട് ഡിക്രിമെൻ്റ് ചെയ്തതെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതേപോലെയാണ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ RET. ഓപ്പ് കോഡ് RET എന്നാണ്. ഇത് ഈസ് ആൻ ഇംപ്ലിസിറ്റ് ഇൻസ്ട്രക്ഷൻ. ഇത് നമുക്ക് ഓപ്പറൻ്റ് ഒന്നും ആവശ്യമില്ല. കാരണം റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മെയിൻ പ്രോഗ്രാമിങ്ങിലേക്ക് പൊക്കോളൂ എന്നാണ് അർത്ഥം. ഓക്കെ, ഇറ്റ് ഈസ് എ 1 byte ഇൻസ്ട്രക്ഷൻ യൂസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് എ സബ്റൂട്ടീൻ ടു റിട്ടേൺ ഫ്രം എ സബ്റൂട്ടീൻ. ദി എക്സിക്യൂഷൻ ഓഫ് RET ഇൻസ്ട്രക്ഷൻ ബ്രിങ്സ് ബാക്ക് ദി സേവ്ഡ് അഡ്രസ് ഫ്രം ദ സ്റ്റാക്ക് ടു ദി പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ RET ഇൻസ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മൈക്രോ പ്രോസസർ എന്താ ചെയ്യുക, നമ്മുടെ സ്റ്റാക്കിലുള്ള നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിലെ അഡ്രസ്സ് തിരിച്ചു കൊണ്ടുവരുന്നു. പിന്നെന്താ, ദ സ്റ്റാക്ക് പോയിൻ്റർ ദ കണ്ടൻറ്റ് ഓഫ് ദ സ്റ്റാക്ക് പോയിൻ്റർ ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 2 ടു ഇൻഡിക്കേറ്റ് ദ ന്യൂ സ്റ്റാക്ക് ടോപ്പ്. എന്തുകൊണ്ടാണ് നമ്മൾ 2 എണ്ണം നമ്മളിവിടെ ഉപയോഗിച്ച് കഴിഞ്ഞു അല്ലേ, നമ്മുടെ എന്താണ് നമ്മുടെ അഡ്രസ്സ് അവിടെ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ 2 എണ്ണം ഇൻക്രിമെൻറ്റ് ചെയ്യണത്. ഇൻക്രിമെൻറ്റ് ചെയ്യാൻ അവർക്ക് താഴേക്കാണ്. ഓക്കെ, താഴേക്കാണ് കൗണ്ട് ചെയ്യുക. കാരണം 2 എണ്ണം ഫ്രീ ആയി. സ്റ്റാക്കിൽ ഇനി മുമ്പേ ഉണ്ടായിരുന്ന സ്റ്റാക്ക് പോയിൻ്റർ സ്റ്റോർ ചെയ്ത പഴയ അഡ്രസ്സിൻ്റെ ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞ സ്റ്റാക്ക് പോയിൻ്റർ ഇസ് ഇൻക്രിമെൻറ്റഡ് ബൈ 2. ഇൻക്രിമെൻറ്റ് വെച്ചാൽ താഴേക്കാണ് എണ്ണുക. ഓക്കെ, കാരണം നമ്മൾ മുമ്പേ സ്റ്റോർ ചെയ്ത അഡ്രസ്സ് ഇനി ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ 2070 അതിൻ്റെ 2 ബൈറ്റ് ചിലവാകും. ആ 2 ബൈറ്റ് ചിലവായത് ഇനി ചിലവാക്കണ്ടെന്ന് കാണിക്കാനാണ് നമ്മൾ സ്റ്റാക്ക് പോയിൻ്ററിനെ 2 ഇൻക്രിമെൻറ്റേഷൻ കൊടുക്കുന്നത്. ഇനി then the program jumps to the instruction of the main program next to the call. അപ്പോൾ കോൾ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷം വരുന്ന അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ചാടും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് സ്റ്റാക്കിനെ കുറിച്ചും സബ്റൂട്ടീനെ കുറിച്ചും അറിയാനുള്ളത്. ഇനി നമ്മൾ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോണത് ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഈ പറഞ്ഞ സ്റ്റാക്ക് പോയിൻ്റർ, സ്റ്റാക്ക്, സബ്റൂട്ടീൻ ഇങ്ങനെ പലതും വരും. Okay.